ജീവിതത്തിൽ സ്ട്രെസ് ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. വിദ്യാർത്ഥികൾക്ക് എക്സാമിന്റെ ടെൻഷൻ, പാരന്റ്സിന് ഫാമിലി സ്ട്രെസ്, യുവാക്കൾക്ക് കരിയർ ആയിരിക്കും സ്ട്രെസ്, ചിലർക്ക് ഫിനാൻഷ്യലി സ്ട്രെസ്, മറ്റു ചിലർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂ, ഭാവിയെക്കുറിച്ചുള്ള പേടിയാണ് മറ്റു ചിലർക്ക്. ഇങ്ങനെ ജീവിതത്തിൽ സ്ട്രെസ് ഒഴിഞ്ഞിട്ട് നമുക്ക് നേരമില്ല. പുറമേ കാണുമ്പോൾ നാം എല്ലാവരും ഹാപ്പിയാണ്, പക്ഷെ ഉള്ളിൽ എല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങളുണ്ട്. ആരും അറിയാതെ, ആരോടും പറയാതെ ഈ സ്ട്രെസ്സുമായി നിരന്തരം സ്ട്രഗിൾ ചെയ്യുകയാണ് നമ്മുടെ ജീവിതം. ഇന്നത്തെ ലോകം വളരെ ഫാസ്റ്റാണ്. കോമ്പറ്റീഷൻ, കമ്പാരിഷൻ, എക്സ്പെക്ടേഷൻ എന്നിവയെല്ലാം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിന് തീരെ റെസ്റ്റ് കിട്ടുന്നില്ല. നമ്മിൽ ഭൂരിഭാഗം ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു നിശബ്ദ ശത്രുവാണ് മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം എന്നത്. നമ്മളൊക്കെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നതും ഓടുന്നതും? രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ എന്തിനൊക്കെയോ വേണ്ടിയുള്ള ഒരു കുതിപ്പാണ് നമുക്ക്. സ്റ്റുഡൻസിന് നല്ല മാർക്ക് വേണം, യൂത്തിന് നല്ലൊരു കരിയർ വേണം, ജോലിയുള്ളവർക്കാകട്ടെ ടാർജറ്റിന്റെയും ഡെഡ്ലൈനിന്റെയും പ്രഷർ. ഈ ഓട്ടത്തിനിടയിൽ എവിടെയോ വെച്ച് നാം നമ്മളെ തന്നെ മറക്കുന്നു. ആ മറവിയിൽ നിന്നാണ് ക്രോണിക് സ്ട്രെസ് ഉണ്ടാവുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരു തെറ്റായ ചിന്താഗതിയുണ്ട്. ശരീരത്തിന് വരുന്ന അസുഖം, അതൊരു പനിയോ ജലദോഷമോ മുറിവോ എന്തുമാകട്ടെ, നാം പെട്ടെന്ന് ഡോക്ടറെ കാണിക്കും. എന്നാൽ മനസ്സിനൊരു മുറിവ് പറ്റിയാൽ, മനസ്സാകെ തളർന്നു പോയാൽ, അതൊക്കെ നിന്റെ തോന്നലാണ്, നീ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് എന്നാവും. എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. ഫിസിക്കൽ പെയിനിനേക്കാളും എത്രയോ അപകടമാണ് മെന്റൽ പെയിൻ. രാത്രി കിടന്നാൽ ഉറക്കം വരാതിരിക്കുക, നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യം വരിക, എപ്പോഴും ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉള്ളിൽ തോന്നുക, ഇതെല്ലാം നിങ്ങളുടെ മനസ്സ് തളർന്നു തുടങ്ങി എന്നതിന്റെ റെഡ് സിഗ്നലാണ്. ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പോലെയുള്ള നിരവധി പേരാണ്. മെന്റൽ സ്ട്രെസ്സിന് ആദ്യത്തെ കാരണം സോഷ്യൽ മീഡിയ തരുന്ന ഒരു മിഥ്യാധാരണയാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഫോൺ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളാണ്. അവരുടെ ട്രിപ്പുകൾ, പുതിയ വണ്ടികൾ, അച്ചീവ്മെന്റുകൾ. ഇതൊക്കെ കാണുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മെ അവരുമായി കമ്പയർ ചെയ്യുന്നു. എല്ലാവരും ഹാപ്പിയാണ്, ഞാൻ മാത്രം എന്താ ഇങ്ങനെ എന്നൊരു ചിന്ത വരുന്നു. പക്ഷെ നാം മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. സോഷ്യൽ മീഡിയ എന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കേവലം ഒരു ഹൈലൈറ്റ് റീല് മാത്രമാണ്. അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ഡിപ്രഷനും ഒന്നും ആരും സ്റ്റാറ്റസ് ഇടാറില്ല. കാണാത്ത ഒന്നിനെ കുറിച്ചോർത്ത് നാം എന്തിനാണ് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത്? അതുകൊണ്ട് തന്നെ മെന്റൽ സ്ട്രെസ് ഇല്ലാതാക്കാൻ നാം ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരുമായി നമ്മെ കമ്പയർ ചെയ്യുന്നത് നിർത്തുക എന്നതാണ്. രണ്ടാമത്തെ വില്ലനാണ് ഓവർ തിങ്കിങ് എന്നത്. ഒരു ചെറിയ പ്രശ്നത്തെ വലിച്ചു നീട്ടി വലിയൊരു പർവ്വതമാക്കുന്ന സ്വഭാവമാണത്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും വരാനിരിക്കുന്ന ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റിയും കൂടി ചേർന്ന് നമ്മുടെ പ്രസന്റ് മൊമെന്റിനെയാണ് നാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വരാനുള്ളത് എന്തായാലും വഴിയിൽ തങ്ങില്ല എന്ന് നാം കേട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് നാം ഇത്ര ടെൻഷൻ അടിച്ച് ഉള്ള മനസമാധാനം കളയുന്നത്? വരുന്നത് വരട്ടെ, അപ്പോൾ നമുക്കതിനെ നേരിടാം എന്നൊരു കോൺഫിഡൻസ് നമ്മുടെ മൈൻഡിലുണ്ടായാൽ ഒരു സ്ട്രെസ്സും നിങ്ങളുടെ അയലത്ത് പോലും വരില്ല. നമ്മളെ സ്ട്രെസ്സിലാക്കുന്ന മറ്റൊരു പ്രധാന കാരണമാണ് ഏത് കാര്യത്തിലും നാം മുന്നിലാവണം, ഒന്നാമതാവണം എന്ന ചിന്ത. എല്ലാ കാര്യത്തിലും എനിക്ക് ജയിക്കണം, ഞാൻ ഒന്നാമനാവണം, എനിക്ക് പരാജയങ്ങൾ ഉണ്ടാവാൻ പാടില്ല, സൊസൈറ്റിയിലെ എല്ലാവരും എന്നെ കുറിച്ച് നല്ലതേ പറയാവൂ എന്നൊക്കെയാണ് നമ്മുടെ വാശി. നമ്മൾ മനുഷ്യരാണ്, റോബോട്ടുകളല്ല. ആ വിചാരം നമുക്ക് എപ്പോഴും വേണം. മനുഷ്യനാവുമ്പോൾ തെറ്റുകൾ പറ്റും, വീഴ്ചകൾ ഉണ്ടാവും. തോൽവി എന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. ഇന്ന് ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനാണ്. ആളുകൾ എന്ത് വിചാരിക്കും, അവരെന്നെ പറ്റി എന്ത് പറയും? ഇതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും രോഗവും. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും സന്തോഷങ്ങളും സാക്രിഫൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ മനസമാധാനമാണ് ഇല്ലാതാവുന്നത്. അത് നമ്മുടെ മാനസിക സമ്മർദ്ദം കൂട്ടുകയും നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുക,
മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതം വെറുതെ നശിപ്പിക്കരുത്. മാതാപിതാക്കൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന അമിതമായ പ്രതീക്ഷകൾ, റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന അനാവശ്യമായ പൊസസീവ്നെസ്, ഇതെല്ലാം നമ്മിൽ ഭയങ്കരമായ ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു. ഉള്ളിലൊരു വലിയ അഗ്നിപർവ്വതവും ചുമന്ന് പുറമേ ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് എത്ര നാൾ കഴിയും? ഇങ്ങനെ ജീവിക്കുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യം മാത്രമല്ല, ശാരീരികമായ ആരോഗ്യത്തെയും അത് സാരമായി ബാധിക്കും. നമ്മൾ എപ്പോഴും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എനിക്കെന്തോ മനസ്സിലൊരു പ്രഷർ ഫീൽ ചെയ്യുന്നു, മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല, ഒരു സന്തോഷവും തോന്നുന്നില്ല, ചെറിയ കാര്യങ്ങൾ പോലും ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, എപ്പോഴും ടെൻഷനാണ്. ഇതാണ് മെന്റൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ് എന്നതൊരു വീക്ക്നെസ് അല്ല, നിങ്ങളൊരു മനുഷ്യനാണ് എന്നതിന്റെ തെളിവാണത്. പക്ഷെ അതിനെ ഹാൻഡിൽ ചെയ്യാതെ ഉള്ളിൽ അടച്ചു വെച്ചാൽ അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും മെല്ലെ മെല്ലെ ബാധിക്കും. ചിലർ സ്ട്രെസ് വന്നാൽ ഒറ്റപ്പെടും, ചിലർക്ക് ദേഷ്യം വരും, ചിലർ ഒരു ഭാഗത്ത് മിണ്ടാതിരിക്കും, ചിലർ ഉള്ളിലുള്ള സ്ട്രെസ് പുറമേ കാണിക്കാതെ പുറമേക്ക് ചിരി അഭിനയിക്കും, മറ്റു ചിലർ രാത്രിയിൽ പോലും ഉറങ്ങാതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഈ വേദനയും പ്രയാസങ്ങളുമെല്ലാം താൽക്കാലികമാണെന്ന കാര്യം നാം ആദ്യം മനസ്സിലാക്കുക. ഏത് പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നമ്മുടെ മനസ്സിനൊന്ന് റെസ്റ്റ് കൊടുത്ത് ശാന്തമായി ആലോചിച്ചാൽ ഉത്തരം കിട്ടാത്ത ഒരു പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെ കിട്ടുന്ന ഉത്തരങ്ങളാണ് നമ്മുടെ ജീവിതത്തെ പോസിറ്റീവ് ആക്കി മാറ്റുന്നത്. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഒരു മൊബൈൽ ഫോൺ പോലെയാണ് നമ്മുടെ മൈൻഡ്. മൊബൈൽ കണ്ടിന്യൂസ് ആയി ഉപയോഗിച്ചാൽ എന്താവും സ്ഥിതി? അത് ഹീറ്റ് ആവും, ഹാങ് ആവും, ചാർജ് ഇല്ലാതാവും. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സും. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഫോൺ കേടുവന്നാൽ പെട്ടെന്ന് നാം അത് സർവീസിന് കൊടുക്കും. പക്ഷെ സ്വന്തം മനസ്സിന് കെയർ കൊടുക്കാൻ നമുക്ക് സമയമില്ല, നാം അതൊട്ട് ശ്രദ്ധിക്കാറുമില്ല. ചിലർക്കൊരു സ്വഭാവമുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആവണം. അത്തരക്കാർ എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കും. നോ എന്ന് പറയാൻ പോലും ചിലർക്ക് പേടിയാണ്. അന്ന് അത് ചെയ്യേണ്ടായിരുന്നു, ഇന്ന് ഇങ്ങനെ ആയി. കഴിഞ്ഞു പോയതിനെ ഓർത്ത് നിരാശപ്പെടുന്നവരുമുണ്ട്. മറ്റു ചിലർ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഓർത്ത് സ്ട്രെസ് ആവും. പക്ഷെ പ്രസന്റ് ആയി ജീവിക്കാൻ മതി. മെന്റൽ സ്ട്രെസ് കുറക്കാൻ ഡോക്ടറെ കണ്ടിട്ടോ മരുന്ന് കഴിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. അതിന് പരിഹാരം കാണേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനുള്ള പവർ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. പക്ഷെ അതിനായി നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്ന് മാത്രം. നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ നിൽക്കണമെന്നില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ചിട്ടൊരു കാര്യവുമില്ല. അതിലിനി ഒരു മാറ്റവും വരുത്താൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ മനസമാധാനം കളയുന്നത് ആദ്യം നിർത്തുക. മെന്റൽ സ്ട്രെസ് കുറക്കാൻ ആദ്യം വേണ്ടത് അക്സെപ്റ്റൻസ് ആണ്. എനിക്ക് നല്ല സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ഞാൻ തളർന്നിരിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം, ഇത്തിരി റെസ്റ്റ് വേണം എന്നതെല്ലാം സമ്മതിക്കുന്നത് ഒരു വീക്ക്നെസ് അല്ല, അതൊരു മെച്യൂരിറ്റിയാണ്. അത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ഹെൽത്തി ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒടുവിൽ എന്താണ് സംഭവിക്കുക? നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും ഒരു ബൗണ്ടറി വെക്കുക. എല്ലാവർക്കും വേണ്ടി ജീവിച്ചാൽ ഒരു ദിവസം നമ്മുടെ ഹാപ്പിനെസ് എല്ലാം പോവും. മെന്റൽ സ്ട്രെസ് കുറക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് മൊബൈൽ അല്പനേരമെങ്കിലും ഒന്ന് മാറ്റിവെക്കുക എന്നത്. ഫോൺ മാറ്റിവെച്ച് കുറച്ചു സമയമെങ്കിലും മനസ്സിനൊരു റെസ്റ്റ് കൊടുക്കുക, മനസ്സിനെ ശാന്തമായി വിടുക. ഇതൊരു തെറാപ്പിയാണ്. മനസ്സിനെ കൂടുതൽ ശാന്തമാക്കാനും സ്ട്രെസ് കുറക്കാനും സന്തോഷമാക്കാനും കൂടുതൽ ഹെൽത്തി ആക്കാനുമുള്ള ഒരു തെറാപ്പി. ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ്, മോർണിംഗ് സൺലൈറ്റ്, പ്രകൃതിയിൽ കുറച്ചു ദൂരം നടക്കുക, നല്ല പാട്ട് കേൾക്കുക, ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുക, എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യുക, ഫ്രണ്ട്സിനെ വിളിക്കുക, നല്ല ഫുഡ് ഉണ്ടാക്കുക, ഫാമിലിയോടൊപ്പമോ കൂട്ടുകാർക്കൊപ്പമോ ഒരു ട്രിപ്പ് പോവുക, ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുക. ഇതെല്ലാം മെന്റൽ സ്ട്രെസ് കുറക്കാനുള്ള മാർഗങ്ങളാണ്. സ്ട്രെസ് ഉള്ള സമയത്ത് നാം മൈൻഡിനോട് നെഗറ്റീവ് തോട്ട്സ് മാത്രമായിരിക്കും സംസാരിക്കുക. ഇത് നമ്മുടെ മനസ്സ് കൂടുതൽ ക്ഷീണിക്കുകയാണ് ചെയ്യുക. പോസിറ്റീവ് സെൽഫ് ടോക്ക് വളരെ പവർഫുൾ ആണ്. സാവധാനം ഞാൻ ഇതിൽ നിന്നും രക്ഷപ്പെടും, എന്റെ ഈ അവസ്ഥയും കടന്നു പോവും,
ഞാൻ കൂടുതൽ ബെറ്റർ ആവും, എനിക്കതിന് കഴിയും. ഇത്തരം വാക്കുകൾ മനസ്സിന് സന്തോഷം നൽകുകയും മനസ്സിനെ കൂടുതൽ സ്ട്രോങ് ആക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റുള്ളവരുടെ ലൈഫുമായി നമ്മളെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അവിടെ എല്ലാവരും ഹാപ്പി ആയിരിക്കും, പക്ഷെ ക്യാമറയ്ക്ക് പിന്നിലുള്ള അവരുടെ സങ്കടങ്ങൾ നാം അറിയുന്നില്ല. മറ്റൊരാളുടെ സക്സസ് കണ്ട് സ്വന്തം ജീവിതത്തെ വെറുക്കാതിരിക്കുക. ഒരിക്കൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. നമുക്ക് താങ്ങാൻ കഴിയുന്നതിലേറെ ഉത്തരവാദിത്വങ്ങൾ വരുമ്പോൾ സ്നേഹത്തോടെ നോ പറയാൻ ശീലിക്കുക. അതൊരു സ്വാർത്ഥതയല്ല, നമ്മുടെ മെന്റൽ സെൽഫ് കെയർ ആണ്. ദിവസത്തിൽ കുറച്ചു സമയമെങ്കിലും സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും മാറ്റിവെച്ച് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക. സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളിൽ അമർത്തി വെക്കരുത്. നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തിനോടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറോ ഉണ്ടെങ്കിൽ അയാളുമായി ഷെയർ ചെയ്യുക. ഇനി ആരുമില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറുടെ സഹായം തേടാൻ മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം പെർഫെക്റ്റ് ആവണം എന്ന് വാശി പിടിക്കരുത്. ചിലപ്പോൾ നമുക്ക് വേണ്ടത് ഒരു സൊല്യൂഷൻ ആവില്ല, ഒരു സപ്പോർട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വാസമുള്ള ആളുകളോട് നമ്മുടെ മനസ്സ് തുറക്കുക. നമ്മുടെ ഫീലിങ്സ് ഉള്ളിൽ അടച്ചു വെക്കരുത്. കരയണം എന്ന് തോന്നുമ്പോൾ കരയുക. കരയുക എന്നതൊരു വീക്ക്നെസ് അല്ല, അതൊരു സ്ട്രെങ്ത് തന്നെയാണ്. കരഞ്ഞു കഴിയുമ്പോൾ മനസ്സിൽ നിന്നും ഒരു വലിയ ഭാരം ഇറക്കി വെച്ച പോലെ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ മനസ്സിന് കുറച്ചെങ്കിലും സമാധാനം കിട്ടാൻ സ്വസ്ഥമായിരിക്കുക. കരയണം എന്ന് തോന്നുമ്പോൾ കരയുക. മെന്റൽ സ്ട്രെസ് കുറക്കാൻ ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആവശ്യമുള്ളതും ഇല്ലാത്തതും ആലോചിച്ച് മനസ്സിനെ വിഷമിപ്പിക്കാതെ അതിന് പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുക. നന്നായി ഉറങ്ങുക. ഹെൽത്തി ഫുഡ്, ഗുഡ് സ്ലീപ്പ്, മെഡിറ്റേഷൻ, പോസിറ്റീവ് കമ്പനി, എക്സസൈസ് ഇവയെല്ലാം നമ്മുടെ മനസ്സിന് ഒരു മെഡിസിൻ പോലെയാണ്. ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി വേണം. നമുക്കില്ലാത്തതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ സ്ട്രെസ് കൂടും. കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയൂ. നമുക്ക് കിട്ടിയ ഭാഗ്യങ്ങളെ ഓർത്ത് സന്തോഷിക്കുക. ലൈഫിൽ വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമല്ല സന്തോഷം കണ്ടെത്തേണ്ടത്, നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുക. സ്ട്രെസ് എന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമല്ല, പക്ഷെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയും. അത് നമ്മൾ പഠിച്ചിരിക്കണം. മനസ്സ് ക്ഷീണിക്കുമ്പോൾ അതിന് റെസ്റ്റ് കൊടുക്കുക. ശരീരം തളരുമ്പോൾ ഉറങ്ങാൻ അനുവദിക്കുക. ഹാർട്ട് ടയേർഡ് ആവുമ്പോൾ അതിനെ സ്നേഹിക്കാൻ പഠിക്കുക. ഒരു മോശം കാര്യം കൊണ്ട് ജീവിതം അവസാനിക്കില്ല. കാറ്റും മഴയും കഴിഞ്ഞാൽ പ്രകൃതി താനേ ശാന്തമാവും. ഏത് ഇരുട്ടിനും വെളിച്ചത്തെ തടുക്കാനാവില്ല. ഒരു ഇരുട്ട് കഴിഞ്ഞാൽ താനേ വെളിച്ചം വരും. അതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളും സ്ഥിരമായി നിലനിൽക്കില്ല. അത് വന്ന പോലെ തന്നെ തിരിച്ചു പോകും. പക്ഷെ ഇത്തിരി സാവകാശം കൊടുക്കണം. മനസ്സ് ശാന്തമാക്കി ആലോചിച്ച് തീരുമാനമെടുക്കണം. ജീവിതം എത്ര തിരക്ക് പിടിച്ചതായാലും നമ്മുടെ മനസ്സിനെ മറക്കുന്ന ഒരു കാര്യവും ചെയ്യരുത്. മെന്റൽ ഹെൽത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്നും സന്തോഷവും സമാധാനവും കിട്ടും. ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കെയർ ചെയ്യേണ്ടതും സ്നേഹിക്കേണ്ടതും നിങ്ങളെ തന്നെയാണ് എന്ന കാര്യം മറക്കാതിരിക്കും.